നന്മ 24 ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാക്കനാട് സ്റ്റേഡിയം നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. തൃക്കാക്കര മണ്ഡലത്തിലെ കാക്കനാട് സ്റ്റേഡിയം നിർമ്മാണത്തിന് കായിക വകുപ്പിൻ്റെ 3 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. ഇതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. ഈ പ്രവൃത്തി അശാസ്ത്രീയമാണ് എന്ന് ഗ്രൗണ്ട് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. തുടർന്ന് MLA തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സന്റെ ക്യാബിനിൽ മീറ്റിംഗ് വിളിച്ചു. ഇപ്പോൾ ടർഫുകളിൽ തന്നെയാണ് കളി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആരുടെയും കാല് മോശമാക്കണമെന്നോ അങ്ങനെയുള്ള ഉദ്ദേശമൊന്നുമില്ല. ഗ്രൗണ്ട് നവീകരണം എന്ന് ഒരു വാർത്ത വന്നപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിച്ചതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് നമ്മൾക്ക് ഗുണകരമായ രീതിയിലുള്ള നവീകരണമായിരിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. തൃക്കാക്കര മണ്ഡലത്തിന് അനുവദിച്ചു കിട്ടിയ ഈ 3 കോടി വെറുതെ കളയരുത്. ഇവിടെ നമുക്ക് വേണ്ടത് നല്ലൊരു ട്രാക്ക്, കുട്ടികൾക്ക് ഓടാനും ജമ്പ് ചെയ്യാൻ പറ്റുന്ന പിറ്റും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് നമുക്കിവിടെ ആദ്യം ആവശ്യം. ഈ സ്റ്റാർ റേറ്റിംഗ് ഉള്ള വരുമ്പോഴത്തേക്ക് അത് സെലക്ട് ചെയ്ത് വരുമ്പം സ്വാഭാവികമായിട്ടും പ്രൈവറ്റ് ടർഫുകളും മറ്റ് ടർഫുകളും ഈ പറയുന്ന വിധത്തിലേക്കുള്ള കൺസ്ട്രക്ഷനകത്തുള്ള ഡിഫക്റ്റുകൾ പരിഹരിച്ച് അത് പരിഹരിക്കാൻ പറ്റും. തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ കാക്കനാട് സ്റ്റേഡിയം നിർമ്മാണം നടത്തുന്നതിനായി 2022-23 സംസ്ഥാന ബജറ്റിൽ കായിക വകുപ്പിന്റെ കീഴിൽ 3 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. തൃക്കാക്കര നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് കായിക അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം നിശ്ചയിച്ചിട്ടുള്ളത്. പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന പ്രവർത്തനങ്ങളാണ് പറയാൻ പോകുന്നത്. സ്ഥല ശുചീകരണം, ഫുട്ബോൾ കോർട്ടിൻ്റെയും വോളിബോൾ കോർട്ടിൻ്റെയും ചുറ്റും കർബ് നിർമ്മാണം, ഫുട്ബോൾ കോർട്ടിൻ്റെ ചുറ്റും ഫെൻസിംഗ് സ്ഥാപിക്കുക, നിലവിലുള്ള ഗ്രൗണ്ടിൻ്റെ സംരക്ഷണ ഭിത്തിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുക, കൂടാതെ അതിനു മുകളിലായി അഡീഷണൽ ബെൽറ്റ് നിർമ്മിക്കുക, ഗ്രൗണ്ടിൻ്റെ ഉൾഭാഗത്തായി ഡ്രെയിനിൻ്റെ നിർമ്മാണം, നയൻസ് ഫുട്ബോൾ ടർഫ് നിർമ്മാണം, ഗ്രൗണ്ടിൻ്റെ ചുറ്റും ഇന്റർലോക്ക് നടപ്പാത നിർമ്മിക്കുക, മഡ് വോളിബോൾ കോർട്ട് നിർമ്മാണം, നിലവിലുള്ള ഫ്ലഡ് ലൈറ്റ് പുനഃസ്ഥാപിക്കൽ. ഇത്രയുമാണ് പ്രവൃത്തികൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല പ്രാവശ്യം ഈ ഗ്രൗണ്ടെല്ലാം പോയി പരിശോധിച്ച് നമ്മൾ തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ പല സ്ഥലങ്ങളും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ഒന്നും തന്നെ കിട്ടിയില്ല. NGO ക്വാർട്ടേഴ്സിൻ്റെ അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ KMRL കൈമാറിയിരിക്കുന്നത് കാരണം KMRLനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അത് തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ 2 സ്കൂളുകളുടെ ഗ്രൗണ്ടൊക്കെ ചെന്ന് നോക്കി. സ്കൂൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് വെണ്ണല സ്കൂളിൻ്റെ ഗ്രൗണ്ട് നോക്കി, അവർക്ക് ചെറിയ ഗ്രൗണ്ടാണ്. പിന്നെ ഉള്ളത് തെങ്ങോട് സ്കൂളിൻ്റെയാണ്. തെങ്ങോട് സ്കൂൾ ഗ്രൗണ്ട് നോക്കിയപ്പോഴാണ് ആ സ്ഥലം, ഒന്നാമത്തത് സ്കൂൾ ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്സൈഡേഴ്സിന് ആർക്കും കയറാൻ പറ്റില്ല. 3 കോടി രൂപ ഗവൺമെൻറ് നമ്മൾക്കായി അനുവദിച്ചു എന്ന് പറയുന്നത് അത് നമ്മൾ വൃഥാ കളയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ആദ്യം മുനിസിപ്പാലിറ്റിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ആദ്യം സമ്മതിച്ചില്ലായിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും ഗ്യാലറി വേണമെന്നും കൈയടിക്കാൻ ആളുകൾക്ക് ഇരിക്കാൻ പറ്റണമെന്നും അതുപോലെ ഇൻ്റർനാഷണൽ രീതിയിൽ ഇത് വേണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ട് നമുക്ക് ഇതൊന്നും നടത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് ഉള്ള സൗകര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫണ്ട് ലാപ്സ് ആവാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് വിചാരിച്ചത്. നമ്മളെപ്പോലെ 28 സ്ഥലങ്ങളിലാണ് ഈ പ്രാവശ്യം ഇതിനോടൊപ്പം തന്നെ AS ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ AS ഇറങ്ങിയിരിക്കുന്ന സ്ഥലത്ത് ബാക്കി എല്ലാ സ്ഥലത്തും കൺസ്ട്രക്ഷനൊക്കെ തുടങ്ങി തീർന്നതുകൊണ്ട് അപ്പോൾ നമ്മൾക്ക് തുടങ്ങാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥയിലിരിക്കുകയാണ്. ഇത് ഏതാണ്ട് 22 മുതൽ ഇത് സ്ഥലം പോയി കാണുകയും വീണ്ടും തിരിക്കുകയും പിന്നെ ഇതിനടുത്ത് തന്നെ മറ്റൊരു സ്ഥലം നമ്മളുടെ റവന്യൂ വകുപ്പിൻ്റെ കീഴിലുള്ള പുറമ്പോക്ക് സ്ഥലമുണ്ട്. ആ സ്ഥലം കൂടി നമുക്ക് ആദ്യം യോജിപ്പിച്ചെടുത്താലോ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ വിചാരിച്ചു ഇപ്പോൾ ഈ പണി നടത്തിയിട്ട് അതിനുശേഷം നമ്മൾക്ക് റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ട് ഇതിന് കൂട്ടിച്ചേർക്കാനായിട്ട് കുറച്ചുകൂടെ സ്പോർട്സ് കോംപ്ലക്സ് ആക്കിയിട്ട് കുറച്ചുകൂടി വിപുലീകരിക്കാനായിട്ടുള്ള
രീതിയിലേക്ക് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് അവസാനം കൗൺസിൽ ഇത് പാസ്സാവുകയും ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നിർമ്മാണം തുടങ്ങാനായിട്ട് ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ പലർക്കും ഇവിടെ കളിക്കുന്നവർക്ക് ഒരാശങ്കയുള്ളത്, ഇവിടെ ടർഫ് നിർമ്മാണം കൊണ്ട് കാല് ബുദ്ധിമുട്ടുണ്ടാവും എന്ന്. നമ്മൾ ഓരോ വികസനത്തിൻ്റെ രീതിയിൽ ആലോചിക്കുമ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ ടർഫുകളിൽ തന്നെയാണ് കളി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആരുടെയും കാല് മോശമാക്കണമെന്നോ അങ്ങനെയുള്ള ഉദ്ദേശമൊന്നുമില്ല. നമ്മൾക്ക് പിന്നീട് മറ്റ് ഇത് ഇപ്പോൾ ഈ ഒരു അലോട്ട് ചെയ്ത പൈസ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് നമുക്ക് ചുറ്റുമുള്ള സ്ഥലവും കൂടെ ചോദിച്ച് വിപുലീകരിക്കാനായിട്ടും ഇതുപോലുള്ള സൗകര്യങ്ങൾ ഇനി മഡ്കോട്ടാണെങ്കിലും ചെയ്യാനായിട്ടൊക്കെയുള്ള സൗകര്യം സാധിക്കുമോ എന്ന് അന്വേഷിക്കാമെന്നുള്ളതേ ഉള്ളൂ. നിലവിൽ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളെ നമുക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് തൃക്കാക്കര മണ്ഡലത്തിന് അനുവദിച്ചു കിട്ടിയ ഈ 3 കോടി വെറുതെ കളയരുത് എന്നുള്ള അധമമായ ആഗ്രഹം എൻ്റെ അല്ല, എനിക്ക് മുമ്പ് മുൻ MLA ആഗ്രഹിച്ചും ആവശ്യപ്പെട്ടതും കൊണ്ടാണ് ഇത് കിട്ടിയത്. ഞാൻ MLA ആയതിനു ശേഷം ഓർഡറായി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിന് മുമ്പുള്ള റിക്വസ്റ്റ് PT തോമസിൻ്റെ ആയിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അപ്പം ഞാൻ ആയിട്ട് റിക്വസ്റ്റ് ചെയ്തതല്ല, എനിക്ക് മുമ്പ് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അനുവദിച്ച് കിട്ടിയതേ ഉള്ളൂ എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇത് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഈ കളിക്കുന്നവർക്ക് ഒരുപാട് ആശങ്കയുണ്ട്. ആശങ്ക പരിഹരിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ എൻജിനീയറുണ്ട്, അദ്ദേഹം ഏത് രീതിയിലാണ് നിർമ്മാണം എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യും. അതേപോലെ സ്പോർട്സിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ വന്നിട്ടുണ്ട്, അദ്ദേഹം നിങ്ങൾക്ക് ആശങ്ക എന്താണെന്നുള്ളത് പരിഹരിക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും വരുന്നത് ഒരു സിന്തറ്റിക് ടർഫാണ്. ഒരു 75-45 സൈസിലുള്ള സിന്തറ്റിക് ടർഫാണ്. അത് സാധാരണഗതിയിൽ നമ്മൾ പ്രൈവറ്റിൽ ഉള്ള ടർഫുകൾ ഈ പറയുന്ന പോലെ ഒത്തിരി പരാതികൾ ഇവിടെ കളിച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരാതിയിൽ ഗവൺമെൻറ് അങ്ങനെ പരാതി വന്നിട്ടുണ്ട്. അതിൽ പരിശോധിക്കാനുള്ള ഒരു കമ്മിറ്റി അംഗം കൂടിയാണ് ഞാൻ. അപ്പം പ്രൈവറ്റ് മേഖലയിൽ കുറേ അധികം പ്രൈവറ്റ് ടർഫുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ സർക്കാരിൻ്റെ ഒരു നടപടി വന്നിരിക്കുന്നത് അതിനൊരു സാങ്കേതിക കമ്മിറ്റി സായിയുടെ മെമ്പർ ഉൾപ്പെടെ ഞാനൊരു മെമ്പറാണ്. അപ്പം ഘട്ടഘട്ടമായിട്ട് നമുക്ക് പ്രൈവറ്റ് ടർഫിലെ ആ ഒരു സാങ്കേതികമായിട്ട് ഈ പറയുന്ന ചില പിഴവുകൾ, അതായത് അവരാ കൃത്യമായിട്ട് നമ്മൾ കളിക്കുമ്പോഴുള്ള ആ ഒരു ലെയറൊന്നും അവർ പരമാവധി കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ലെയറിലൊക്കെ തന്നെ അവർ ടർഫിൻ്റെ ഏറ്റവും മുകളിലത്തെ ടോപ്പ് കവർ വിട്ട് താഴോട്ടുള്ള ലെയറൊക്കെ തന്നെ ഈ പറയുന്ന തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് പാറ്റേൺ അല്ല, സ്റ്റാൻഡേർഡ് ക്രോസ് സെക്ഷൻ അല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പരാതികൾ വരുന്നത്. അത് ഗവൺമെൻറ് തലത്തിൽ നിരവധി പരാതികൾ വന്നു. അതിപ്പം ഒറ്റയടിക്ക് സർക്കാർ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിലവിൽ ഇപ്പോഴുള്ള പ്രൈവറ്റ് ടർഫുകൾ പരിശോധിക്കുകയും ഒപ്പം ഇനിയും വരാൻ പോകുന്ന പൊതുവായിട്ടുള്ള ടർഫുകൾക്ക് ഒരു ലൈസൻസ് ഏർപ്പെടുത്തുന്ന ഒരു അതോറിറ്റി നോക്കിക്കൊണ്ട് അത് എങ്ങനെയാണ് ഭാവിയിൽ ഒരു കളിക്കുന്നവർക്ക് ഒരു ഇഞ്ചുറി വരാത്ത രീതിയിലേക്ക് അതിൻ്റെ ലൈസൻസ് ഒറ്റയടിക്കൊരു ലൈസൻസിലേക്കും നമ്മളതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പൂർണ്ണമായിട്ടും ഒരു വശത്തുകൂടി നിർത്താനും കഴിയില്ല, മറുവശത്തുകൂടി അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന തരത്തിലേക്കാണ്. കാരണം ആൾക്കാർ നല്ല ഈ സ്റ്റാർ റേറ്റിംഗ് ഉള്ള വരുമ്പോഴത്തേക്ക് അത് സെലക്ട് ചെയ്ത് വരുമ്പം സ്വാഭാവികമായിട്ടും പ്രൈവറ്റ് ടർഫുകളും മറ്റ് ടർഫുകളും ഈ പറയുന്ന തരത്തിലേക്കുള്ള കൺസ്ട്രക്ഷനകത്തുള്ള ഡിഫക്റ്റുകൾ പരിഹരിച്ച് അത് പരിഹരിക്കാൻ പറ്റും ഒറ്റയടിക്ക്. അപ്പം ഇവിടെയും ഈ ഒരു നമ്മളുടെ ടർഫിൽ ഇതിനകത്ത് താഴെ ഡ്രെയിനേജ് ലെയർ ഉണ്ട്. അത് ഈ പറയുന്ന സോളിങ്ങിൻ്റെ 40 mm തൊട്ട് 20 mm വരെയുള്ള 2-3 ലെയർ ഇട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ടർഫ് വെക്കുന്നത്. ഈ ടർഫ് നമ്മൾ ഫിഫ സർട്ടിഫൈഡ്, ഇവർ ചെയ്യുന്ന ഏജൻസി ഫിഫയുടെ സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെ വാങ്ങിച്ചിട്ട് മാത്രമാണ് ഇതിൻ്റെ ഫൈനൽ ബില്ല് കൊടുക്കുക. നമ്മൾ പ്രൈവറ്റ് ടർഫുകളിലൊക്കെ ചൈനയിൽ നിന്നോ മറ്റൊരുന്നോ വരുന്ന വളരെ വിലക്കുറഞ്ഞ ടർഫുകളുടെ നിർമ്മാണവും ഇപ്പം മുകളിലത്തെ ടർഫ് മാത്രമല്ല താഴെ ഉള്ള ലെയറുകളിൽ പോലും ചിലയിടത്തൊക്കെ എനിക്ക് തോന്നുന്നു ഇന്റർലോക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ടർഫ് വെച്ച് കളിക്കുന്ന പിന്നെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ പറയുന്ന അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇഞ്ചുറി സർക്കാരിൻ്റെ ശ്രദ്ധയിലും വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത് നമുക്കൊരു 1.5 മീറ്റർ ഫെൻസിങ് വന്നിട്ട്, കാരണം ഏരിയ ഈ ടർഫുകളെല്ലാം തന്നെ ചെറിയൊരു ഏരിയയിലേക്ക്, ഇതൊന്നും 11 സ്കോട്ടിൻ്റെ സൈസിലല്ല, കാരണം അത് വളരെ കോസ്റ്റ്ലി ആണ്. അപ്പോൾ വരുമ്പോൾ ചെറിയ സൈസുകളിലേക്ക് 5 തൊട്ട് 7, 9 എന്നൊക്കെ പറയുമ്പോഴും ഇത് സ്റ്റാൻഡേർഡ് 11 മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് തന്നെയാണ് ഈ സൈസിലോട്ടൊക്കെ സെവൻസിൻ്റെ ആവിർഭാവത്തോടുകൂടിയിട്ടാണ് ഈ സൈസുകളൊക്കെ പറയുന്നത്. അതിലൊന്നും 11s വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഫിഫയുടെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്, ബാക്കിയൊക്കെ റേഞ്ചാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 70/45 സൈസിലേക്കാണ് നമ്മൾ ടർഫ് നിർമ്മിക്കുകയാണെന്ന് ഉദ്ദേശിക്കുന്നത്, എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത്. ഇതിന് ക്വാളിറ്റി അഷുറൻസ് ഞങ്ങൾ പറയുന്നത് ഫിഫയുടെ സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെ എക്സ്പേർട്സ് കൂടെ ഉണ്ടോ എടുത്തിരിക്കുന്ന ഉണ്ടോ അവർ തന്നെയാണ്. ഇപ്പം നമ്മൾ പിന്നെ മഹാരാജാസിൻ്റെ ഗ്രൗണ്ടിൽ ഒരു ഹോക്കിയുടെ ടർഫ് നമ്മൾ ചെയ്യും. അപ്പോൾ അത് പിന്നെ CSML പ്രോജക്റ്റാണ്. അത് നമ്മൾ ചെയ്തു. അതിൻ്റെ ഫൈനൽ ബില്ലിന് മുമ്പേ നമ്മൾ മുഴുവൻ സർട്ടിഫിക്കറ്റും അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പം സർട്ടിഫൈഡ് പ്രോഡക്റ്റ്, അതായത് ഇന്റർനാഷണൽ മത്സരം കളിക്കാൻ പാകത്തിന് ഉള്ള ഈ പ്ലേയിങ് സർഫസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇന്റർനാഷണലി ഫിഫയൊക്കെ അപ്രൂവ് ചെയ്ത കുറേ പ്രോഡക്റ്റുകൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ഫേമുകളുടെ, പല മാനുഫാക്ചറിങ് ഫേംസിൻ്റെ പല പ്രോഡക്റ്റും, ആ ഓരോ പ്രോഡക്റ്റിനും അവർ പറയുന്ന ആ അപ്രൂവ്ഡ് പ്രോഡക്റ്റ് തന്നെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഈ ഫിഫയുടെ സർട്ടിഫിക്കേഷൻ കിട്ടൂ. ആ ഫിഫ സർട്ടിഫിക്കേഷൻ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ടർഫ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ അപകടം ഒഴിവാക്കാൻ പറ്റും, അത് അഷുർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഈ അപകടത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പോയത്. ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 77/45 ആണ് ടർഫിൻ്റെ സൈസ്. ഈ ടർഫിന് ചുറ്റും നമ്മൾ ഫെൻസിങ് ചെയ്യും. ടർഫിൻ്റെ ചുറ്റും ഫെൻസിങ് കൊടുക്കുന്നുണ്ട്, 1.5 മീറ്ററുള്ള ഫെൻസിങ് കൊടുക്കുന്നു. ഇതിൻ്റെ താഴെയുള്ള ലെയർ എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് ലെയർ വരും. ഇതിനകത്തുനിന്ന് വരുന്ന വെള്ളം സൈഡിലേക്ക്, 2 സൈഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് പൈപ്പ് വഴി പുറത്തേക്ക് പോകത്തക്ക രീതിയിലാണ് ഇതിൻ്റെ പൊതുവായിട്ടുള്ള ഡിസൈൻ വരുന്നത്. അത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ലേഔട്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന സിന്തറ്റിക് പ്ലാറ്റ്ഫോം നിലവിൽ ഇതില് ഈ പറയുന്ന കണക്കില് ഓൾറെഡി അത് കിടക്കുന്ന 7s കിടക്കുന്നത് 60 കിടക്കുന്നത് നീളം, ഈ കിടക്കുന്നത് 65 അതിന്റെ നീളം വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ ഫിഫ സർട്ടിഫിക്കറ്റ്, ഇത് സർട്ടിഫിക്കറ്റിന് ഈ ടർഫ് പ്രൂഫ് ഇവർ കാണിക്കണം. നിലവിൽ അണ്ടർസ്റ്റാൻഡ് വേൾഡ് കപ്പ് നടന്നപ്പോൾ ഒരു ടർഫിലും 1990-89 കാലഘട്ടത്തിൽ ഓസ്ട്രേലിയയിലാണ് ഈ ടർഫുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം ഒരു വരുന്നത്. ഫിഫ ഇന്നും അപ്രൂവ്ഡ് അല്ല ഈ കാര്യത്തിൽ. ഇവർ ആരെ പറ്റിക്കാനാണ് ഇത്ര അപ്രൂവ്ഡ് കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ നമ്മുടെ ടർഫുകൾ എന്ന് പറയുന്നത് അംബേദ്കർ സ്റ്റേഡിയം, ഇന്ന് അതിന് ശോചനീയാവസ്ഥ കാണണം. പിന്നെ ഇവര് പറഞ്ഞതെന്ന് പറയുന്നത് ഉയർത്തി കാണിക്കുന്ന ടർഫ് എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ് മഹാരാഷ്ട്ര, അത് ഹോക്കി ആണ്. ഹോക്കിയുടെ ഗ്രാസും ഇതിന്റെ ഗ്രാസും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ഗ്രാസും പറഞ്ഞുകൊണ്ട് ഇവർ ഈ കഥ പറയുമ്പോൾ നമുക്ക് നല്ല ആശങ്ക, നമുക്കത് സഹിക്കാൻ പറ്റില്ല. ഇവിടെ ഞാനൊരു 22 വർഷമായിട്ട് ഫുട്ബോളിന്റെ രംഗത്ത് ഫീസ് ഇല്ലാത്ത പിള്ളേരെ കളിക്കണം. നമ്മുടെ പ്ലേയേഴ്സ് കൂടെ എന്തോരം നല്ല നല്ല താരങ്ങൾ ഒരു കുട്ടികൾക്ക് പോലും സെലക്ഷൻ കിട്ടൂല. ഇന്ന് ഈ പ്രാവശ്യം കൂടെ 2 സെക്കൻഡ് ഹാഫ് വരുമ്പോൾ പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും കിട്ടാത്തതിന്റെ പ്രധാനം ഗ്രൗണ്ട് ചേർന്നാണ്. ഈ ഗ്രൗണ്ട് ചേർന്നാലും ഇനിയും ചുരുക്കിയത് ഇവിടെ കൊണ്ട് എത്തിക്കാൻ പറ്റും. ടർഫിന്റെ സർട്ടിഫിക്കേഷൻ മാത്രം. ഒരു സ്ഥലത്തും ഫിഫ സർട്ടിഫിക്കറ്റ് ടർഫുകൾ കൊടുക്കുന്നില്ല. ഫിഫ തന്നെ അല്ലല്ല, അതാണ് ഞാൻ വിശദമാക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഇത് ഫിഫ നമുക്കിപ്പോ കേരളത്തിൽ ഇല്ല. ഏതാ ഉള്ളത് ഫിഫ സർട്ടിഫിക്കറ്റ്? ഇല്ല. ഒരു സെക്കൻഡ്. ഞങ്ങളുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് എറണാകുളം MLA TJ വിനോദ് സാറാണ്. ഞാൻ നസീറൊക്കെ ഈ കേരളത്തിൽ പോകാത്ത സ്ഥലങ്ങളില്ല ഈ മത്സരത്തിനും കാര്യത്തിനും വേണ്ടിയിട്ട്. ഇത്രയും വരുമാനമുള്ള ഒരു മുനിസിപ്പാലിറ്റിയിൽ 400 മീറ്റർ ഡയമുള്ള ഒരു സിന്തറ്റിക് ട്രാക്കോ അല്ലെങ്കിൽ ഗ്രൗണ്ടോ ഇല്ല എന്നുള്ളത് നമ്മളുടെ വിഷമവും കാര്യങ്ങളും. നിലവിലുള്ള ഗ്രൗണ്ട് ഞങ്ങൾക്ക് ആവശ്യം. അവിടെ നമുക്ക് കുട്ടികൾക്ക് അത്ലറ്റിക്സ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സൗകര്യം, ജമ്പിങ് പറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് നമുക്കവിടെ വേണ്ടത്. ഇവിടെ നമുക്ക് വേണ്ടത് നല്ലൊരു ട്രാക്ക്, കുട്ടികൾക്ക് ഓടാനും ജമ്പ് ചെയ്യാൻ പറ്റുന്ന പിറ്റും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് നമുക്കിവിടെ ആദ്യം ആവശ്യം. ഈ നമ്മുടെ ഗ്രാമീണോത്സവമൊക്കെ നടക്കുന്ന കാലത്ത് ഞാനും അജിയൊക്കെ കണ്ടിട്ടുണ്ട്. 7 മീറ്ററിൽ കൂടുതൽ ലോങ് ജമ്പ് ചെയ്തിരുന്ന കുട്ടികൾ നമ്മുടെ ഈ ഭാഗത്തുണ്ടായിരുന്നു. ഇങ്ങോട്ട് മീറ്റർ നമുക്കതിൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളും ചേർത്ത് പറയാനാണ് ഉള്ളത്. അതിനകത്ത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആശങ്ക ടർഫുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. അപ്പോൾ അത് നാച്ചുറൽ ഗ്രൗണ്ടായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് ചുറ്റും ഈ പറഞ്ഞൊരു സിന്തറ്റിക് ട്രാക്കായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരപ്പെടാം. ഇവിടെ സ്ഥിരമായിട്ട് രാവിലെ വൈകുന്നേരം കളിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട്.
അപ്പോൾ അത് ടർഫായി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭാവി പോകും, ഭാവിയുള്ള കാര്യം ഒരുപാട് പോകും. ഇവിടെ ആയിക്കോട്ടെ, ഇപ്പം ഇവിടെ ഇത് പറഞ്ഞതിന് ചുറ്റും ഒരു സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കുന്നതാണ്. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ പുറമ്പോക്ക് റവന്യൂവിൽ എടുത്താൽ പോലും ഇവിടെ 60 ഇവിടെ ഒരു 50 മീറ്റർ സ്ഥലവും ഇവിടെ വരുമ്പോൾ അതൊരു 49 മീറ്റർ വീതിയുമാണ് സ്ഥലത്തിനുള്ളത്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ ഈ സർവേ ചെയ്തിരിക്കുന്ന ഏരിയയിൽ ഒരു 200 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് കൂടി ചെയ്യാനുള്ള ഒരു ഏരിയയില്ല. ഞാൻ നിങ്ങളുടെ താല്പര്യത്തെ ഇവിടെ എന്താണോ വേണ്ടത് അതിനെ ഖണ്ഡിക്കുകയല്ല. ഇവിടെ വന്ന് ഒന്നീ പരിക്ക് പറ്റുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്താണ് ആ പരിക്ക് പറ്റുന്ന ഒരു കാരണം പറഞ്ഞു. ഇവിടെ സിന്തറ്റിക് ട്രാക്ക് പറയുമ്പോൾ ഈ സ്ഥലത്ത് ഒരു 200 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് പണിയാൻ പോലും ഒരു സൗകര്യമില്ല. ഞാൻ അത് ചൂണ്ടിക്കാണെങ്കിൽ ഇവിടെ ഞാൻ വീണ്ടും എടുത്ത് പറയട്ടെ, ഇവിടെ എന്താണ് വേണ്ടതെന്നുള്ളത് ഇവിടെ ഉള്ളവർ തന്നെ ഇതിന്റെ ബെനിഫിഷ്യറീസ് തീരുമാനിക്കേണ്ട കാര്യം തന്നെയാണ്. 80 മീറ്റർ വീതി ഉണ്ടെങ്കിൽ 6 മീറ്റർ ട്രാക്ക്, 6 മീറ്റർ ലൈനുള്ള 6 മീറ്റർ ലൈൻസ് ഉള്ള ഒരു സിന്തറ്റിക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മിനിമം സ്ഥലമാണ് ഞാൻ ഈ പറഞ്ഞത്. 130 മീറ്റർ നീളവും 82 മീറ്റർ വീതിയും. ഇവിടെ ഈ ഒരു പോർഷൻ എടുക്കുമ്പോൾ പോലും ഇവിടെ മാത്രമാണ് ആ ഒരു വീതി ഉള്ളത്. മറു സൈഡിലേക്ക് പോകുമ്പോൾ നടുഭാഗം എടുത്താൽ പോലും നമുക്ക് ഒരു 200 മീറ്ററിന്റെ സിന്തറ്റിക് ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ സ്ഥലത്തില്ല. ഞങ്ങൾ ഈ പറയുന്നത് പോലെ എല്ലാ ദിവസവും രാവിലെ ഈ ഗ്രൗണ്ടിൽ വരുന്നവരാണ്. ഞങ്ങൾ കുറേ ആളുകൾ, ഞങ്ങൾ കൂടാതെ ഒരുപാട് ആളുകൾ വൈകിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഒരു വേറെ ടീമുണ്ടാവും. അപ്പോൾ ഞങ്ങൾ കുറേ ഒരുപാട് ആളുകൾ ഈ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും വ്യായാമം ചെയ്ത് ഈ കായികമായിട്ട് അതിനോട് താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാനായിട്ട് സൗകര്യമുള്ള ഒരു ഗ്രൗണ്ട് നമുക്കിവിടെ ഉള്ളൂ. ഇതിപ്പോൾ ഈ പറയുന്ന ഈ 9s ടർഫാക്കി ഇത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ കിടക്കുന്ന സ്ഥലത്തിന് പിന്നെ സ്പേസിൽ ഫുള്ള് ഈ പറയുന്ന പോലെ അത് ടർഫാക്കി മാറ്റി കഴിഞ്ഞാൽ ഭാവിയിൽ ഈ പറഞ്ഞ പോലെ അപ്പുറത്തോട്ട് ചേർത്ത് നമുക്ക് ട്രാക്ക് പണിയണമെന്ന് നമ്മൾ വിചാരിച്ചാൽ പിന്നെ ചെയ്യാൻ പറ്റാതെ. കാരണം ഇത് ഇത്രയും വലുതാക്കി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രാക്കിംഗ് സ്പേസ് പിന്നീട് അപ്പുറത്തേക്ക് എടുത്താൽ അപ്പുറത്തൊരു വഴിയുണ്ട്, കിട്ടാതെ വരും. അപ്പൊ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കായിക പരമായിട്ട് നമ്മുടെ കുട്ടികൾ വളർന്നു വരണമെങ്കിൽ നമുക്കവിടെ ഓടാനും ചാടാനും ഉള്ള സൗകര്യം വേണം. ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ടർഫ് കളിൽ കളി നടക്കുന്നത് രാത്രി കാലങ്ങളിലാണ്, വൈകിട്ടാണ്. പകല് ഉച്ചയ്ക്ക് ഇവര് പറഞ്ഞ പോലെ കളിക്കാൻ പറ്റില്ല. ടർഫിൽ കാല് കുറച്ചുകൂടെ തന്നെ കൂട്ടുപോയി വലിച്ചെറിയില്ല. അത്രയ്ക്ക് നമുക്ക് തീയുടെ മുകളിൽ നിൽക്കുന്ന പോലത്തെ ചൂടായിരിക്കും. ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത് നമ്മൾ ഈ പറയുന്നത് നമ്മൾ ഈ ഇത്രയും എമൗണ്ട് നമ്മൾ മുടക്കി ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് പ്രയോജനപ്പെടണ്ടേ ഭാവിയിൽ. ഇപ്പൊ ഈ ഗ്രൗണ്ടിൽ ടർഫ് ഇല്ലെങ്കിലും അവിടെ ഫുട്ബോൾ കളിക്കാൻ ഒരു തടസ്സമില്ല. ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, വേറെ എന്തെല്ലാം ഗെയിമുകളുണ്ട് അത് ചെയ്യാം. ഒരു പിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ജമ്പ് ചാടാം. ചുറ്റും നമുക്ക് ഇപ്പൊ ഈ നമ്മുടെ തൊട്ടടുത്തുള്ള MHS സ്കൂളിന് സ്പോർട്സ് നടത്താൻ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇതൊരു ഫുട്ബോൾ ടർഫ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത്രയും പണം മുടക്കി ഇത് ചെയ്തു കഴിഞ്ഞാൽ നാളെ നമുക്ക് പ്രയോജനമില്ലാതെ വരും. അപ്പൊ അതുകൊണ്ട് ഇത് ആലോചിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. അല്ലാതെ നമ്മളിത് പെട്ടെന്ന് എടുത്ത് ചാടി ഒരുപാട് നാളത്തെ ഈ പറഞ്ഞ മുൻ MLA ഒക്കെ ഒരുപാട് അവർ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും നമ്മളൊന്നും മനസ്സിലാക്കാതെ അല്ല മേഡം സംസാരിക്കും. നമുക്കിത് പ്രയോജനത്തിൽപ്പെടും. അതുകൊണ്ട് അതിന് പറ്റിയ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. നീളം കൂട്ടുമ്പോഴും ഈ പറഞ്ഞ പോസ്റ്റ് മാറുന്നില്ല, ലൈറ്റ് മാത്രം മാറും. എന്ത് ഗുണം കിട്ടും? ശരിക്കും വേണ്ടത് 4 കോർണറിൽ ഒരു പോസ്റ്റ്, സെൻട്രൽ പോസ്റ്റ്, അങ്ങനെ 3-6 പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ ആശങ്കകൾ, ഇവര് പറഞ്ഞ ആശങ്കകളിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ അപകടകരമായിരിക്കുമോ എന്നുള്ള ഒരു സംശയം, ന്യായമായിട്ടുള്ള ഒരു സംശയമാണ്. അത് പക്ഷേ നമുക്ക് ബോധ്യപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. കാരണം ആശങ്ക ഉണ്ടാവാൻ പാടില്ലെന്നല്ല, അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇതിന്റെ മെയിൻ്റനൻസ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്. അതിനും നമ്മളൊരു കൃത്യമായിട്ടുള്ള ഇത് അത് മുനിസിപ്പാലിറ്റിയോ ഇപ്പൊ ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. കേട്ടോ, അതിന് ഞാൻ പറഞ്ഞൊരു കാര്യം അതെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് അതിപ്പോ നമ്മൾ ഇപ്പോഴും ഗ്രൗണ്ടിൽ കൊടുക്കണല്ലോ. ഇപ്പോഴും സ്പോർട്സിന് നമ്മളൊരു നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ കേട്ടോ, ആർയു കോളേജ് ഇപ്പൊ ഈ വാടക കൊടുക്കുന്ന പറയുമ്പോൾ ചിരിക്കേണ്ട കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോഴും ഇതിലോട്ട് വാടക കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഫീസ് കോൺട്രിബ്യൂഷൻ നഗരസഭ കടക്കണമെന്നുണ്ട്. 1000 രൂപ അല്ലാതെ കളിക്കുന്നവർക്കൊന്നും പൈസ മേടിക്കാൻ പാടില്ല. അപ്പൊ അത് ഇപ്പൊ നമ്മളിപ്പോ നഗരസഭയ്ക്ക് പാർക്കുണ്ട്.
സ്വാഭാവികമായിട്ടും ഒരു പാർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മെയിൻ്റനൻസ് നടത്തണം എന്നുള്ളത് അതിന് വരുന്ന ചെലവുകൾ നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഈ ചെലവുകളൊന്നും കണ്ടെത്തുന്ന ആൾ അല്ലെങ്കിൽ ഫീസ് മേടിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയാണല്ലോ. അത്തരത്തിലൊരു ആശങ്കയ്ക്ക് നമുക്ക് ഇവിടെ അടിസ്ഥാനമില്ല. കാരണം നമ്മുടെ നഗരസഭയെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ അത് മെയിൻ്റനൻസ് നടത്തിക്കൊണ്ട് പോകാൻ നമുക്ക് സാധിക്കും. പിന്നെ അത് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് പോവുകയും. കാരണം ഏത് കാര്യത്തിനും ഒരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ ആ മെയിൻ്റനൻസ് നടന്നു പോകുമല്ലോ, അതിനകത്ത് പ്രശ്നം ഉണ്ടാകും. 2021 തൃക്കാക്കര നഗരസഭയില് ഒരു സ്പോർട്സ് കോംപ്ലക്സ് വേണം എന്നൊരു കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയ്ക്ക് വന്ന് ബജറ്റിൽ പൈസ മാറ്റിവെച്ച് PTയോട് ഇത് പറഞ്ഞ് PT അത് ടേക്കപ്പ് ചെയ്തു. അതിനുശേഷം ഈ ഇപ്പുറത്ത് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിന്റെ അവിടുത്തെ ആ സ്ഥലം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് പതിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ചേച്ചിയോടും പറഞ്ഞു, അത് ചേച്ചി ആ സാധനം പതിച്ചു കൊടുക്കുക. കാരണം നാളെ ഭാവിയിൽ ഗ്രൗണ്ടിന്റെ ഡെവലപ്മെന്റിന് അതിന്റെ സാധ്യതകൾക്ക് ഒരുപാട് വിലങ്ങ് കടിയാവുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ് അത് സാറ്റലൈറ്റ് സർവേ കൂടിയാണ് അവർ പതിച്ചു കൊടുത്തിരുന്നത്. അപ്പൊ കിഴക്ക് വശമുള്ള ഭൂമി കഴിഞ്ഞ ദിവസം KSEBയുടെ ആളുകൾ വന്നിട്ട് ഞാൻ തന്നെയാണ് സാധനം അതുകൊണ്ട് അതൊരു പരാതി കൊടുത്ത് MLAക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കും ഒക്കെ ഇത് കത്ത് കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ നാട്ടിലുള്ള സാധനം നന്നായിട്ട് സ്പോർട്സ് വന്ന സാധനം ആളുകളുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വന്നെന്നുള്ളൊരു താല്പര്യക്കാരനാണ് ഞാനാണ് ഈ ഇവിടെ ഇരിക്കണേക്ക് എല്ലാവരെയും കൊണ്ട് അവിടുത്തെ ആദ്യം കളിക്കണം ഞാനാ. ഒരാൾക്കും അതിന് അവകാശവാദം ഉന്നയിക്കണം. അവിടെ കുട്ടിയും പോലും കളിച്ചതാണ് ഞാൻ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള 2 ജില്ലകളാണ് തിരുവനന്തപുരം ജില്ല, എറണാകുളം ജില്ല. അപ്പൊ നിങ്ങൾക്ക് സ്പോർട്സ് പ്രേമികൾക്ക് വേണ്ടി ഇത്രയും സ്ഥലം കിട്ടിയത് അത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തി ഈ 3 കോടി രൂപ ഭരണാധികാരി നൽകിയ സ്ഥിതിക്ക് അത് നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഭാവിയിൽ ആവശ്യം കിട്ടുന്ന അല്ലെങ്കിൽ ഈ പദ്ധതി നടപ്പിലായില്ലെങ്കിൽ നാളെ മറ്റു വകുപ്പുകളിൽ കൊണ്ടുപോകും. സ്പോർട്സ് പ്രേമിക്ക് ഇതുപോലെ ലഭിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് സംജാതമാകും. അതുകൊണ്ട് നിങ്ങളുടെ ഈ കിട്ടിയ അവസരം മുതലാക്കി ഈ ഫണ്ട് വിനിയോഗിച്ച് ഈ പദ്ധതി നടപ്പിലാക്കിയതിനു ശേഷം തുടർന്ന് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉള്ള ശ്രമങ്ങൾ ഭാവിയിൽ നടത്തുക. ബാക്കി അടുത്തുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ പറ്റും, ഏറ്റെടുത്ത് ഈ നിങ്ങൾ പറയുന്ന പോലെ സ്റ്റാഫുകൾ നിർമ്മിക്കുക, എന്താണെന്ന് ചെയ്യേണ്ടത്. അല്ലാതെ ഇത് നിങ്ങളിപ്പോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ മറ്റു വകുപ്പുകൾ ഇത് കൊണ്ടുപോകും. ഇതും പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും സ്പോർട്സ് പ്രേമികൾക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് തുടങ്ങുന്നുള്ളപ്പോൾ മിനിസ്റ്ററോട് വിളിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഡേറ്റിൽ ഞാൻ നിർമ്മാണ ഉദ്ഘാടനത്തിന് വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആ തുടങ്ങിയത് നിർത്തിവെക്കാൻ തന്നെ കാരണം. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ് ഫണ്ടാണ്, നമ്മൾ മിനിസ്റ്ററെ വിളിക്കേണ്ടത് പ്രധാനമാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് AS ആയ ഒരു സംഭവമാണ്. നിങ്ങൾക്കറിയാലോ, ഉണ്ണിക്ക് കൗൺസിലർ എന്ന നിലയ്ക്ക് ഒരു പരിപാടി AS ആയി കഴിഞ്ഞാൽ അത് പിന്നെ അതിൻ്റെ വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും ABCDയിലേക്ക് തുടങ്ങുകയാണെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. ഈ AS ആയ സംഭവം ഇനിയിപ്പോൾ നമ്മൾ പുതിയതൊരു കാര്യം ആലോചിക്കുകയോ മറ്റൊന്നും ചെയ്യുകയാണ് എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അത് വീണ്ടും നമ്മളുടെ ഈ സമയബന്ധിതമായ സമയത്തെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഫണ്ട് ലാപ്സായിരിക്കും. മറ്റ് സിന്തറ്റിക് ട്രാക്കിൽ കളിക്കുന്നതിൻ്റെ അവസ്ഥയല്ല, ആ രീതിയിലല്ല നമ്മൾ പണിയുന്ന. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും സമാധാനവും സന്തോഷവും തോന്നി. പക്ഷെ നമ്മൾക്ക് ഇവർക്ക് അതല്ല വേണ്ടത്. അങ്ങനെ ഒരു ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമല്ല അവർക്ക് വേണ്ട. അവർക്ക് ചുറ്റും ഒരു കുട്ടികൾക്ക് മത്സരം നടത്താവുന്ന രീതിയിൽ ഒരു ട്രാക്കാണ് വേണ്ടത്. അത് നമുക്ക് ആലോചിച്ചിട്ട് ഇനി നടത്താൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് ഒന്ന് പറഞ്ഞാൽ. നിലവിൽ നടക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ വളരെയധികം ആശങ്കയുണ്ട്. കാരണം അവിടെ അടിസ്ഥാനമായി പറഞ്ഞ വിഷയം അതിൽ ഒരു ആർട്ടിഫിഷ്യൽ ടർഫ് നിർമ്മിക്കും എന്നുള്ളതാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അനുബന്ധ പ്രവർത്തനങ്ങളും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ടർഫ് നിർമ്മിക്കുന്നതിന് കുറച്ച് ആശങ്കകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവിടെ സ്ഥിരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന കളിക്കാർക്ക്, വ്യായാമം ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും ആരോഗ്യപരമായ കാരണങ്ങളെക്കുറിച്ച് ഒരു ആശങ്കകളുണ്ടായിരുന്നു. അത് നിരവധി ആളുകൾക്ക് ദോഷകരമായി ബാധിച്ചു എന്നുള്ള ഒരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ വിഷയമാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്. പിന്നെ ആ പദ്ധതിയെക്കുറിച്ച് പലയിടത്തും ചോദിച്ചപ്പോൾ ആർക്കും വ്യക്തമായ ധാരണ ഇല്ലാതിരുന്നത് കൊണ്ടും ആ പദ്ധതി എന്താണ്, അവിടെ ഏതൊക്കെ തരത്തിലുള്ള വർക്കുകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും വിശദമായിട്ട് സ്പോർട്സ് അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു. ചെയർപേഴ്സൻ്റെ ക്യാബിനിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള മുഴുവൻ ആളുകളെയും വന്ന് അക്കാര്യങ്ങളെക്കുറിച്ച് പദ്ധതിയെക്കുറിച്ച് അവർ വിശദീകരിക്കുകയും അതിൽ
പൊതുജനങ്ങൾക്കും ഇവിടുത്തെ കായിക താരങ്ങൾക്കുമുള്ള മുഴുവൻ ആശങ്കകളും അതിൻ്റെ മെയിൻ്റെനൻസ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആശങ്കകളും ബഹുമാനപ്പെട്ട MLA ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. ഒരുവിധം കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ്, ഒരു പൊതുവികാരവും ഇവിടെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വിഷയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച് തൽക്കാലം നിലവിലുള്ള പ്രവൃത്തികൾ നിർത്തിവെച്ചുകൊണ്ട് ആലോചിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന് കൗൺസിലിനെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ നടത്താം എന്ന ഒരു തീരുമാനത്തിലാണ് ഇന്ന് ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. ഈ ടർഫ് ഗ്രൗണ്ടിൽ കൂടുതലായിട്ടുണ്ടാകുന്ന ഇഞ്ചുറിയാണ്. അതായത് ഒരു 10, 16, 17 വയസ്സുള്ള പിള്ളേർ കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുള്ള എന്ത് നീക്കങ്ങളും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചറി ഉറപ്പായിട്ടുണ്ടാകും. അത് തന്നെയല്ല മുട്ട്, നമ്മൾ പെട്ടെന്ന് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓടിയിട്ട് പെട്ടെന്ന് നിൽക്കേണ്ട ഒരു സംഭവമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതൊക്കെ ഇഞ്ചറി വരും, പിള്ളേരത് അറിയാതെ പിന്നെ കളിക്കും, പിന്നെ അടുത്ത ദിവസം വരും. അങ്ങനെ വന്നപ്പോൾ ഈ ഇഞ്ചറി കൂടിക്കൊണ്ടിരിക്കും. എന്തായാലും അവരെ ശ്രദ്ധിക്കില്ല, ചെറിയ പിള്ളേരല്ലേ. അപ്പോൾ ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് പെട്ടെന്ന് അറ്റാക്ക്, പെട്ടെന്ന് അങ്ങനെയുള്ള ഒരു സംഭവം, പെട്ടെന്ന് ബാക്കിലേക്ക് വരിക, ഇതൊക്കെ ഇഞ്ചറി നട്ടലിൽ, കാല്, മുട്ടിന് മാത്രമല്ല, എല്ലാവരും മുട്ടിനല്ല. പെട്ടെന്ന് ഒരാൾ പൊങ്ങി വന്നിട്ട് പെട്ടെന്നൊന്ന് അടിക്കണമെന്ന്, തല അടിച്ച് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ ഏറ്റവും കൂടുതലുള്ള ഡേഞ്ചർ അതാണ്. എന്താ വെച്ചാൽ ഫുൾ കോർട്ടിലാണെങ്കിൽ അത് സംഭവിക്കില്ല. പിന്നെ നമ്മുടെ ഈ അടുത്ത് ഇപ്പോൾ ഈ തൃക്കാക്കരയിൽ ഏറ്റവും നാച്ചുറലായിട്ടുള്ള ഗ്രൗണ്ട് ഇത് മാത്രമേ ഉള്ളൂ. ഇത് തൃക്കാക്കര വേറെ ഗ്രൗണ്ട് ഇല്ല. ഇതും കൂടി ടർഫായി കഴിഞ്ഞാൽ എവിടെ ചെറിയ പിള്ളേരെ പ്രാക്ടീസ് ചെയ്യാൻ ഒട്ടും പറ്റില്ല ഗ്രൗണ്ടിൽ. ഇതറിഞ്ഞപ്പോൾ തന്നെ വലിയൊരു ആശങ്കയോടുകൂടി തന്നെയാണ് ഞങ്ങളുണ്ടായത്. കാരണം ദിവസവും രാവിലെ 5 മണി മുതൽ ഞങ്ങളുടെ കുട്ടികളവിടെ കളിക്കാൻ വേണ്ടി വരും. ആളെ വെയിറ്റ് ചെയ്ത് നോക്കിയിരുന്ന് ആവശ്യത്തിന് ആളായി കഴിയുമ്പോൾ ദിവസവും കളിക്കുന്ന, മഴയുണ്ടായാൽ പോലും ആ ഗ്രൗണ്ടിൽ ഞങ്ങൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൗണ്ടാണത്. ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുന്നു. ആ ഗ്രൗണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് നമ്മുടെ കായികപരമായിട്ട് നമ്മൾ ചെയ്യുന്ന വ്യായാമങ്ങളും മറ്റും. ഇപ്പം നമുക്ക് കുറച്ച് ദിവസം മുമ്പ് അറിയാൻ കഴിഞ്ഞത് ഈ ഗ്രൗണ്ട് നവീകരിക്കാൻ പോകുന്നു. അത് നയൻസിൻ്റെ ഒരു ഫുട്ബോൾ ടർഫാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പത്രത്തിലൂടെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതോടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷയായി. ഞങ്ങൾ കളിക്കുന്നവരും അവിടെ രാവിലെ ഓടാൻ വരുന്ന ആളുകളുണ്ട്, അതുപോലെ അത്ലറ്റിക്സ് പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന കുട്ടികളുണ്ട്, ക്രിക്കറ്റ് കളിക്കാൻ വരുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം നടക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. ഇതിന് പൊതുവെ ഒരു ഫുട്ബോൾ നയൻസിൻ്റെ ടർഫാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് ആ ഒരു കാര്യത്തിനല്ലാതെ മറ്റ് ഒന്നിനും തന്നെ ആ ഗ്രൗണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി മാറും. ഇത് സത്യത്തിൽ ഈ മീറ്റിംഗ് നമ്മളെ ഇങ്ങനെ വിളിച്ച് MLA ഒരു അവസരം തന്നതിന് MLAയോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ MLAയോടുള്ള ഞങ്ങളുടെ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. കാരണം MLA ഇപ്പോൾ ഞങ്ങളുടെ ആശങ്കകളെല്ലാം കേട്ടതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞത്, ഇത്രയും രൂപ മുടക്കി ഇതിൻ്റെ ഇങ്ങനെ ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ തൃക്കാക്കരയിലുള്ള എൻ്റെ ജനങ്ങൾക്ക് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് വന്നില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകും എന്നുള്ള രീതിയിലാണ് MLA നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് MLAയോട് തുറന്നു പറയാൻ സാധിച്ചു. MLA അതെല്ലാം കേൾക്കുകയും അതിന് ഉചിതമായ തീരുമാനമെടുക്കുകയുമാണ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ MHS സ്കൂളുണ്ട്. ഒരുപാട് ആളുകൾ പഠിച്ചിറങ്ങിയ സ്കൂളാണ്. ആ സ്കൂളിൽ ഒരു സ്പോർട്സ് ഡേ ഉണ്ടെങ്കിൽ അത് നടത്തുന്നത് ഈ ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ഓടാനും ചാടാനും അവർക്ക് അവരുടേതായ ടാലൻറ്റ് വളർത്തിയെടുക്കാനും കഴിയാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വിഷമം തന്നെയാണ്. ഇത്രയും രൂപ മുടക്കിയിട്ടും അത് ജസ്റ്റ് ഒരു ഫുട്ബോൾ ടർഫ് മാത്രമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ എല്ലാവരും ഒരുപോലെ ദുഃഖിക്കേണ്ടി വരും. കാരണം ആ ഗ്രൗണ്ട് നമുക്കിപ്പോൾ ഒരു 100 മീറ്ററോ 200 മീറ്ററോ ഓടാനോ അതല്ലെങ്കിൽ ഒരു ലോങ് ജമ്പ് ചെയ്യാനോ ഇപ്പോൾ ആ ഗ്രൗണ്ട് എല്ലാ തരത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് കിടക്കുന്നത്. അതിനകത്ത് കുറച്ച് കല്ല് ഉണ്ട് എന്നുള്ള ഒരു സംഭവം ഒഴിച്ചാൽ ഇപ്പോൾ നമുക്ക് ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം, അതുപോലുള്ള എല്ലാ ഗെയിമിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കിടക്കുന്ന ഒരു ഗ്രൗണ്ട് ഒരു ഫുട്ബോൾ ടർഫാക്കി മാറ്റുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പ് തന്നെയാണ്. കാരണം ഞങ്ങളുടെ എതിർപ്പ് ഞങ്ങൾ MLAയും ഇവിടെ മുനിസിപ്പൽ ചെയർപേഴ്സണെയും അറിയിക്കുകയും അതനുസരിച്ച് അവർ ഞങ്ങളെ കുറച്ച് പേരെ ഈ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയിലെ ആളുകളെയും ഒന്നിച്ചിരുത്തി മീറ്റിംഗ് നടത്തുകയും
അപ്പം നമുക്കത് ഉപയോഗപ്പെടുന്നില്ല എന്നുള്ള രീതിയിലാണ് അത് ചർച്ച അവസാനിച്ചത്. ആ അവസാനിച്ചപ്പോൾ MLA പറഞ്ഞത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലല്ല അത് എങ്കിൽ ഉപകാരപ്പെടുന്ന രീതിയിലാക്കി മാറ്റി നമുക്ക് അത് വീണ്ടും ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്യാമെന്ന് MLA ഞങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ചെയ്തത്. ഗ്രൗണ്ട് നവീകരണം എന്ന് ഒരു വാർത്ത വന്നപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിച്ചതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് നമ്മൾക്ക് ഗുണകരമായ രീതിയിലുള്ള നവീകരണമായിരിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ നമ്മൾ പല സ്ഥലത്ത് അന്വേഷിച്ചിട്ടും ഇത് എന്താണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ട് എന്തെന്ന് നമുക്കൊന്നും കിട്ടിയിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പണിക്ക് വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് 9 ടർഫാണ് പണിയാൻ പോകുന്നത് എന്നുള്ളത്. നഗരസഭയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-50 ടർഫുകൾ ഉണ്ട്. നാച്ചുറൽ ഗ്രൗണ്ടാണ് ഇല്ലാത്തത്. കാരണം ടർഫിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കായിക താരത്തിന് ഉണ്ടാകുന്ന പരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ലിഗമെൻറ്റ് കംപ്ലയിൻറ്റ്, ആംഗിൾ കംപ്ലയിൻറ്റ്, അവർ നട്ടലിൻ്റെ പരിക്ക്, ഇതൊക്കെ ഇവിടെ കളിച്ചിട്ടുള്ള ഒരുപാട് കളിക്കാർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അവർ സർജറി ചെയ്തും റെസ്റ്റ് എടുത്തും നിലവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും 150-200 കളിക്കാർ ഇവിടെ പല സമയങ്ങളിലായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാച്ചുറൽ ഗ്രൗണ്ട് ടർഫാക്കി മാറ്റുമ്പോഴും കായിക താരങ്ങളുടെ ആരോഗ്യത്തിന് ഗുരുതരമായ കേടുപാട് സംഭവിക്കാനുള്ള വളരെ സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ ആ ഗ്രൗണ്ടിന് ലൈറ്റ് സൗകര്യം വളരെ പരിമിതമാണ്. ഒരു ടർഫ് ഒരു ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിന് വേണ്ടിയുള്ള ലൈറ്റ് സംവിധാനങ്ങൾ ആ നിലവിൽ ഇല്ല. അത് വളരെ കുറവാണ്. അപ്പോൾ നിലവിൽ നവീകരണം നടക്കുമ്പോഴും ആ ലൈറ്റ് സംവിധാനത്തിൽ തന്നെ പോസ്റ്റുകൾ മാറാതെ നിലവിലുള്ള പോസ്റ്റിൽ തന്നെ ലൈറ്റ് സൗകര്യം മാറിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോൾ വെട്ടത്തിന് വളരെ കുറഞ്ഞ അളവിലുള്ള വെട്ടം മാത്രമേ കിട്ടുള്ളൂ. കാരണം നിലവിലുള്ള ഗ്രൗണ്ടിന് നീളവും വീതി പിന്നെയും കൂട്ടുന്നതാണ്. അപ്പോൾ ലൈറ്റ് സൗകര്യം വർദ്ധിപ്പിക്കുന്നില്ല. അപ്പോൾ രാത്രി കളിക്കുമ്പോഴൊക്കെ അതിനുള്ള പൂർണ്ണമായ ഗുണം കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും. ആ ആശങ്കകൾ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ രീതിയിലുള്ള പല പല ആശങ്കകളുണ്ട്, എല്ലാം അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരുപാട് പെൺകുട്ടികൾ അവിടെ കളിക്കാൻ പോകുന്നുണ്ട്. അവിടെ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഒരു ടോയ്ലറ്റിൽ ഇപ്പോൾ ഒരു രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ആ കുട്ടി നമ്മുടെ വീടുകളിൽ തന്നെ തിരിച്ചു വരണം. അല്ലാതെ അവിടെ പോകാനായിട്ട് ഒരു സൗകര്യങ്ങളും ഇല്ല. ഇത് സമയബന്ധിതമായി തീർക്കേണ്ടതും അതുപോലെ തന്നെ ഈ എമൗണ്ട് തുക നഷ്ടപ്പെടാതെ തന്നെ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട് എന്ന് MLA സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഇവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ ഇവരാവശ്യപ്പെട്ട കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളും പരിശോധിക്കാം എന്ന് MLA പറഞ്ഞു. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.